ഞാൻ പരിചയപ്പെടുത്തുന്നത് മെക്സിക്കൻ ചീര. മെക്സിക്കൻ ചീരയെക്കുറിച്ചാണ്. മെക്സിക്കൻ ചീര, മായൻ ചീര അല്ലെങ്കിൽ ചായ മൻസ എന്നൊക്കെ അറിയപ്പെടും. ഇത് ചെറിയ ഈ ചീര തോരൻ വെക്കുന്ന ഒരു ഇലയാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. ഇലയാണ് നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇത് തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഷൻ, കാഴ്ച ഇമ്പ്രൂവ് ചെയ്യും. കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കും. ഇതൊരു പ്രത്യേക ബെനിഫിറ്റാണ്. പിന്നെ കഫിനെ കുറയ്ക്കും. പിന്നെ ഇതിൻ്റെ കാൽസ്യം കണ്ടന്റ് ഉണ്ടായത് ബോൺസിനാണ്. ഇത് ഇമ്പ്രൂവ്സ് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ. ഇത് ഇത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് മലയാളികൾക്ക് അധികം അറിയത്തില്ല. മലയാളി നാടൻ ചീരയാണ്. നാടൻ ചീരയും കൊള്ളാം, പക്ഷേ ഈ മെക്സിക്കൻ ചീര കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഡയബറ്റിസിന് കൊള്ളാം. ഇതിനകത്ത് 12% പ്രോട്ടീനും 20% കാൽസ്യവും 42% അയണുണ്ട്, 42%. വിറ്റാമിൻ എ 27, വിറ്റാമിൻ സി 27. പിന്നെ ഇതെങ്ങനെ ഇതിപ്പോൾ ഒരു ചെറിയ പ്ലാന്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഇത് ഞാൻ വലിയൊരു പ്ലാന്റിൽ നിന്ന് ചെറിയൊരു കമ്പ് ഒടിച്ച് വെച്ചാണ്. ഈ മരച്ചീനി കൃഷി ചെയ്യുന്നവരൊരു കമ്പ് ഒടിച്ച് വെച്ചിട്ട് മഴക്കാലത്ത് മഴക്കാലത്ത് അത് തനിയെ കിളിച്ച് വരും, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ടത്. കുറച്ച് മേളിൽ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, വളരും. ഒരു 1.5 ആൾ ഉയരത്തിൽ വന്നിട്ട് ഒരുപാട് ഒരുപാട് ഉപശാഖകളുമായിട്ട് വ്യാപിച്ചു വരും. നീ വിചാരിച്ച വലിയ മരമൊന്നും ആകത്തില്ല, കുറച്ച്. പിന്നെ കമ്പ് ഒടിച്ച് വെച്ചാൽ ഇത് നല്ല പുതിയ തൈയായിട്ട് മാറും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തോരൻ വെക്കുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടേക്കണം. തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ടിരുന്നിട്ട് തോരൻ വെക്കി എടുക്കണം. എന്ന് വെച്ചാൽ ചെറിയൊരു കട്ടെന്ന് പറഞ്ഞാൽ സയനായിട്ടും ചെറിയൊരു അംശം. ഈ ചീനിയിലല്ലേ, ചീന സെയിം അതേപോലെ തന്നെ മരച്ചീനിയുടെ ഇല, അപ്പം അതേപോലെ ഒരു കട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇവിടെ വലിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയപ്പോൾ അതിൻ്റെ കമ്പ് കുത്തി വെച്ചാണ്. ഇതുപോലെ 2-3 പ്ലാന്റ് ഞാൻ വേറെ നട്ടിട്ടുണ്ട്. ഇത് വലുതാകുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. വലിയ 2 ആൾ ഉയരത്തിലെത്തും. ഒരുപാട് ശാഖകളൊക്കെ കാണും. അപ്പോൾ അത് നമുക്ക് ഇല ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ആ സമയത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് തരാം. ഇതിൻ്റെ കമ്പ് ഇപ്പോൾ ഇത് കമ്പെടുക്കാൻ പറ്റില്ല, ചെറിയ തൈയാണ്. ഇതൊരു 2 മാസം കഴിയുമ്പോൾ വലിയ പ്ലാന്റായിട്ട് മാറും. വലിയ 1.5 ആൾ ഉയരത്തിലെത്തും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, മലയാളികൾക്കാരും അറിയത്തില്ല. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.